എൻ്റെ പൊന്നിടാവേ ഒന്ന് പോയേ. ADGP MR അജിത് കുമാറിന് എതിരായിട്ടുള്ള റിപ്പോർട്ട് DGPക്ക് കിട്ടി. DGP MR അജിത് കുമാറിനോട് വിശദീകരണം തേടി. എന്നാൽ MR അജിത് കുമാറിൻ്റെ യാതൊരു തരത്തിലെ മറുപടിയും DGPക്ക് ലഭിച്ചില്ല. ആലപ്പുഴ രക്ഷാപ്രവർത്തനമാണല്ലോ ADGP അജിത് കുമാറിനെതിരായി അന്വേഷണത്തിനുള്ള പ്രധാനപ്പെട്ട കാര്യം. ആ രക്ഷാപ്രവർത്തനം 2023 നടന്നത്. പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടെ പിണറായി വിജയൻ എത്തിയപ്പോൾ ഇന്നത്തെ MLA ആയ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും അന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്നു. അവർ കരിങ്കൊടി കാണിച്ചു എന്നതിന്റെ പേരിൽ പിണറായി വിജയന്റെ അന്നത്തെ ഗവൺമെന്റുമാരായ അനിൽകുമാറും സന്ദീപും ചേർന്ന് അവരെ ക്രൂരമായി അടിച്ച് ഒതുക്കി, അവരെ ക്രൂരമായി മർദ്ദിച്ചു. അതിന്റെ പേരിലാണല്ലോ പിന്നീട് അജിത് കുമാറിന് എതിരായിട്ട് VD സതീശൻ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിനുവേണ്ടി ഷൗക്കത്ത് അലി അധ്യക്ഷനായിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ മാസം 23 DGP റവഡ ചന്ദ്രശേഖരന്റെ മുന്നിലെത്തി. എന്നാൽ നാളേറെയായിട്ടും റവഡ ചന്ദ്രശേഖർ ആ റിപ്പോർട്ടെ കുറിച്ച് യാതൊരു തരത്തിലെ പ്രതികരണവും നൽകാതിരുന്നതോടുകൂടി AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സതീശനെ അടക്കം കാണാനുള്ള തീരുമാനമെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗം ഒരു തീരുമാനം DGPയുടെ ഭാഗത്ത് നിന്ന്, അതായത് റവഡ ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ADGP അജിത് കുമാറിന് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. അതേസമയം അദ്ദേഹത്തിന്റെ ഓഫീസിലെ 2 SIമാർക്കെതിരെ കൃത്യമായ മൊഴികളും രേഖകളും ഒക്കെ ഉണ്ട്. എന്നാൽ അജിത് കുമാറിന്റെ പേരിൽ അത്തരം കൃത്യമായ മൊഴികളോ രേഖകളോ ഇല്ല. അതുകൊണ്ട് DGP എന്ത് ചെയ്തു? ആ റിപ്പോർട്ട് മടക്കി SITയിലേക്ക് തന്നെ തിരികെ കൊടുത്തിട്ട് പറഞ്ഞത് ഇവിടെ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ട്, ADGPക്ക് എതിരായി കൂടുതൽ തെളിവുകളും മൊഴികളും ആവശ്യമുണ്ട്. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഷൗക്കത്ത് അലി വീണ്ടും അന്വേഷിച്ച് ADGP MR അജിത് കുമാറിന്റെ റോൾ ഇക്കാര്യത്തിൽ കൃത്യമായി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തിയ റിപ്പോർട്ട് DGPക്ക് കൊടുത്തു. DGP ആ റിപ്പോർട്ടിന്മേൽ ജൂലൈ 15 അജിത് കുമാറിനോട് റിപ്പോർട്ട് തേടി. ഇന്ന് ജൂലൈ 21. 3 ദിവസത്തിനകം മറുപടി പറയണം എന്നായിരുന്നു റവഡ ചന്ദ്രശേഖരന്റെ നിലപാട്. അജിത് കുമാറിനോട് ആവശ്യപ്പെട്ടതും അങ്ങനെയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് തിരുത്തി പൂർത്തിയാക്കി, രണ്ടാമത് അന്വേഷണം പൂർത്തിയാക്കി. അതിനുശേഷം DGP അത് കൃത്യമായി ADGPയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഇന്ന കാരണങ്ങൾ താങ്കൾക്കെതിരെ ഈ റിപ്പോർട്ടിലുണ്ട്, എന്താണ് വിശദീകരണം എന്നതിനെ സംബന്ധിച്ച് 3 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് DGP റവഡ ചന്ദ്രശേഖർ ADGP MR അജിത് കുമാറിനോട് ആവശ്യപ്പെട്ടിട്ടും ഇന്ന് 6 ദിവസം കഴിയുന്നു. MR അജിത് കുമാർ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. MR അജിത് കുമാറിന്റെ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് റവഡ ചന്ദ്രശേഖരൻ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്താണ് അടുത്ത നടപടി എടുക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. റവഡ ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഈ അജിത് കുമാറിന്റെ മറുപടി ലഭിച്ചു കഴിഞ്ഞ ഉടനെ ആ മറുപടിയുമായി ഈ റിപ്പോർട്ടടക്കം ആർക്ക് കൊടുക്കും? ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുക്കും. ആഭ്യന്തര സെക്രട്ടറി അത് വിശദമായി പഠിച്ചതിന് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കും. രമേശ് ചെന്നിത്തല പിന്നീട് അദ്ദേഹത്തെ വകുപ്പ് തല നടപടികൾക്ക് ശുപാർശ ചെയ്യുകയോ അങ്ങനെ സസ്പെൻഷനിലേക്ക് പോവുകയോ ചെയ്യും. അതായിരുന്നു ഇതുവരെയുള്ള കണക്കുകൂട്ടൽ. എന്നാൽ അജിത് കുമാർ വിദഗ്ധമായി ഈ മറുപടി നൽകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹം അങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. കാരണം DGP റവഡ ചന്ദ്രശേഖരന്റെ മുന്നിൽ ഇനി എന്താണ് വഴി? അദ്ദേഹം ഈ മറുപടി ലഭിക്കത്രത്തോളം കാലം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പിന് വീണ്ടും എന്തെങ്കിലും തരത്തിലെ ശുപാർശ ചെയ്യണമെങ്കിൽ അജിത് കുമാറിന്റെ മറുപടി കിട്ടിയേ മതിയാവുകയുള്ളൂ. അജിത് കുമാർ ആകട്ടെ മറുപടി കൊടുക്കാൻ തയ്യാറല്ലതാനും. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് DGPയും ആഭ്യന്തര മന്ത്രാലയവും VD സതീശനും അടക്കമുള്ളവർ. കാരണം അവരുടെ അഭിമാന പ്രശ്നമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മർദ്ദനമേറ്റ AD തോമസിനും അജയ് ജുവൽ കുര്യാക്കോസിനും നീതി നൽകുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അജിത് കുമാർ മറുപടി നൽകാത്തിടത്തോളം കാലം ആ നീതി നീണ്ടു പോകുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് VD സതീശനെതിരെയും ആഭ്യന്തരമന്ത്രിക്കെതിരെയും രോഷം പുകയുകയാണ്. പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിനിടയിൽ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എതിരായിട്ടുള്ള രോഷം പുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികളെ തൊട്ടവരെ കാണിച്ചു തരാമെന്നൊക്കെ അദ്ദേഹം വീരവാദം മുഴക്കിയതാണ്. പക്ഷെ ഇപ്പോഴെന്തായി? ഇപ്പോൾ എന്താണ് ഉത്തരം എന്ന് മുഖ്യമന്ത്രിക്കും അറിയില്ല, ആഭ്യന്തരമന്ത്രിക്കും അറിയില്ല, DGPക്കും അറിയില്ല. അവരെ അങ്ങനെ ഒരു വലിയൊരു കുടുക്കിലേക്ക് എടുത്ത് തള്ളിയിട്ടിരിക്കുകയാണ് ADGP MR അജിത് കുമാർ. താൻ മറുപടി നൽകുന്നില്ല എന്നുള്ള നിലപാടിൽ ഇന്നുവരെ 6 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം എത്തി നിൽക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ മാസം 31-ാം തീയതി അഗ്നിശമന രക്ഷാസേനയുടെ മേധാവി സ്ഥാനത്ത് നിന്നും നിതിൻ അഗർവാൾ റിട്ടയർഡ് ആവുകയാണ്. അദ്ദേഹം DGP ആണ്. ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ 2 പേരാണ് നിലവിലുള്ളത്. ഒന്ന് ജയിൽ മേധാവിയായിട്ടുള്ള S ഹിജിത്ത് IPS-ഉം 2 ADGP MR അജിത് കുമാറും. നിതിൻ അഗർവാൾ റിട്ടയർഡ് ആകുമ്പോൾ ADGP അജിത് കുമാറിന്റെ പേര് ഒരുപക്ഷെ DGP ലെവലിലേക്ക് ഉയർന്നു വന്നേക്കാം. അതായത് അജിത് കുമാറിന് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. അവിടെയാണ് അജിത് കുമാറിന്റെ മൗനം പ്രസക്തമാക്കുന്നത്. നീയൊക്കെ ഒന്ന് പോയേ, എനിക്കറിയാം, ഞാൻ ഇത് എത്ര കണ്ടതാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ അജിത് കുമാർ നിൽക്കുന്നത്. പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ നിലയിലാണ് ADGP MR അജിത് കുമാറിനെ അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മൗനം എന്ന് പറയുന്നത് വലിയ ഒരു കെണിയാണ്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും SITക്കും ഒരുക്കിയ വലിയൊരു കെണിയാണ് അജിത് കുമാറിന്റെ മൗനം എന്ന് പറയുന്നത്. അദ്ദേഹം മറുപടി നൽകിയെങ്കിൽ മാത്രമേ തുടർ നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ തുടർ നടപടി എടുക്കാൻ ആവാതെ വലയുകയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും റവഡ ചന്ദ്രശേഖരനും SITയും. അങ്ങനെ വിദഗ്ധമായി ഇതാ അജിത് കുമാർ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. തന്റെ തൊപ്പി ഒന്നുകൂടൊന്ന് ഇളക്കി അജിത് കുമാർ വെക്കുകയാണ്. 2023 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നവകേരള യാത്ര ആലപ്പുഴയിൽ എത്തിയപ്പോഴാണല്ലോ അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിന്റെ പേരിലാണല്ലോ അജിത് കുമാറിന് എതിരായിട്ടുള്ള ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അജിത് കുമാറിന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്ന് സമാനമായ നിലയിൽ ഒരു കേസുണ്ടായി. TP സെൻകുമാറിന് എതിരായി സമാനമായ നടപടി സർക്കാർ എടുത്തു. അതിന് എതിരായി സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അദ്ദേഹത്തിന് DGP റാങ്ക് തിരിച്ചു നൽകി. അങ്ങനെ DGP ആയിട്ടാണ് അന്ന് സെൻകുമാർ തിരികെ വന്നത്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ നിരവധി പഴുതുകൾ ADGPയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ADGP MR അജിത് കുമാറിന്റെ ബലവും അത് തന്നെയാണ്. അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഈ SIT റിപ്പോർട്ടിൽ നിയമത്തിന്റെ പഴുതുകൾ നിരവധിയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ DGP സ്ഥാനക്കയറ്റത്തിലേക്ക് എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമ പഴുതുകളെ ഭയപ്പെടുകയാണ് SITയും റവഡ ചന്ദ്രശേഖരനും ആഭ്യന്തര വകുപ്പും. കാരണം നേരത്തെ അത്തരത്തിൽ സെൻകുമാറിന്റെ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.